ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ വേറൊരു രീതിയിൽ ഒരു പനീർ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 200 ഗ്രാം പനീർ, അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നില്ല, ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു 3 തക്കാളി എടുക്കുക, ഒരു കതിരി വേപ്പിലയും ഒരു 4 തണ്ട് മല്ലിയിലയും ചേർക്കുക. പിന്നെ ഒരു പച്ചമുളക്, എരിവിന് നല്ല എരിവ് വേണം കേട്ടോ, അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഞാൻ ഇവിടെ 3 എടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള എരിവാണ് ഉള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പനീർ റബ്ബർ പോലെയാവും. അപ്പോൾ ഈ ഓയിൽ ഞാൻ 2 സവാള ആദ്യം കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ ഓയിലാണ് പനീർ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സവാള ആവശ്യമുള്ളവർക്ക് മാത്രം ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പിലേക്ക് ഒരു ലേശം കൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ആ തക്കാളിയുടെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കാം. വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട, അതിന് മുന്നേ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയാവും. അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ. ഇത് നമുക്ക് ഇനി അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഈ നേരം നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള പാൻ വയ്ക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലോണം 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ 1 കപ്പ് അരിക്കുള്ള അളവാണ് കാണിക്കുന്നത്. ഇനി അതിലേക്ക് ബേ ലീഫും 2 ഏലക്കായ, ഗ്രാമ്പും പിന്നെ കറുവാപ്പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചി കഷ്ണം നീളനെയും അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടായി വരുമ്പോൾ, സവാള ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്നായി വരുമ്പോൾ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടിയിട്ട് നന്നായിട്ട് പൊടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും, പിന്നെ 1/2 ടീസ്പൂൺ ബിയഡഗി ചില്ലിയാണ്, എരിവില്ലാത്തത് തന്നെയാണ് കളർ കിട്ടാനായിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. കുക്കായിട്ട് വരണം കേട്ടോ ആ പച്ചക്കറി നമ്മൾ ഇട്ടത്. നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ തൈരിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മേത്തി ലീവ്സ് ഒരു ടീസ്പൂൺ ഒന്ന് പൊടിച്ചിട്ട് കൈകൊണ്ട് ഞെരടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ആ മോരിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പനീറും തക്കാളിയൊക്കെ ഉള്ള ആ ഒരു മസാല മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അത് നമുക്ക് അപ്പം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിൻ്റെ മുകളിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് പുതിനയിലയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും പേസ്റ്റ് ആക്കാതെ തന്നെയാണ് നമ്മൾ എളുപ്പത്തിൽ ഉള്ള ഒരു റൈസാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്യുക.